അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അധ്യക്ഷൻ, 16-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് റസാഖ്, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഖജാൻജി പി എം മുനീറാജി, നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട മായിൻ കടോട്ട്, മുനിസിപ്പൽ പ്രസിഡന്റ് കെ എം ബഷീർ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷഫ് അടിനീർ അടക്കം ഇവിടെ സന്നിധരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാർ, ഇക്കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ശത്രുക്കളുടെ എല്ലാ അപവാദ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കാസർഗോഡ് നഗരസഭയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDF ചരിത്രപരമായ നേട്ടം കൈവരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തെളിയിച്ചു കൊടുത്ത ഒരു പാർട്ടി എന്ന രീതിയിൽ ഇപ്രാവശ്യം കാസർഗോഡ് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണമെന്നുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആഗ്രഹങ്ങൾ സഫലിച്ചുകൊണ്ടാണ് മികച്ച പ്രകടനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ അൻകൂർ മേഖലയിലെ UDF മത്സരിച്ച എല്ലാ വാർഡുകളിലും മികച്ച പ്രകടനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. തുരുത്തി വാർഡിൽ നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി സായിന സലീമിനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ അപവാദ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നേക്കാളേറെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിനെതിരെ, മുസ്ലിം ലീഗ് എടുത്ത തീരുമാനങ്ങൾക്കെതിരെ തികച്ചും സത്യവിരുദ്ധമായ രീതിയിലാണ് പ്രചരണങ്ങൾ നടന്നത്. കാസർഗോഡ് നഗരസഭയുടെയും തുരുത്തി വാർഡിൻ്റെയും ചരിത്രമറിയാത്ത ചിലരാണ് ആ വാസ്തവ വിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നഗരസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ വാർഡിന് ഉൾക്കൊള്ളുന്ന മേഖലയിൽ നിന്നാണ് കാസർഗോഡ് നഗരസഭയുടെ ആദ്യത്തെ ചെയർമാനായിരുന്ന സഖാബ് M രാമണ്ണറൈ വിജയിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ചെന്നിക്കര ഉൾക്കൊള്ളുന്ന, നുള്ളിപ്പാടി ഉൾക്കൊള്ളുന്ന, പച്ചക്കാട് ഉൾക്കൊള്ളുന്ന, തുരുത്തിയുടെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന വാർഡിൽ നിന്നാണ് അദ്ദേഹം ആ കാലത്ത് ജയിച്ചു വന്നത് എന്നുള്ള കാര്യം ഇവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പെട്ടിത്തൂങ്ങികൾ അറിയാത്ത രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിനുശേഷം 1979 ഇവിടെ നാട്ടുകാരനായ ജൈനുദ്ദീൻ ഹാജി സാഹിബ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1988 മുസ്ലിം ലീഗിൻ്റെ അഭിവന്ദനായ നേതാവ് മുൻ MP ജനാബ് ഹമീദുൽ ഷംനാർ സാഹിബ് ഈ വാർഡിൽ മത്സരിക്കാൻ വരികയും 1983 ജനുവരി 23 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബഹുഭൂരിപക്ഷത്തോട് വിജയിക്കുകയും
ഇവിടെ നിന്ന് ജയിച്ച് കാസർഗോഡ് നഗരസഭയുടെ ചെയർമാനാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അതിനുശേഷം നമ്മുടെ അബ്ദുറഹിമാൻ എന്ന വികസനം അബ്ദുറഹിമാൻ സാഹിബ് ഈ വാർഡിൽ മത്സരിച്ച് അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അദ്ദേഹം തൃപ്തിക്കാരനായിരുന്നില്ല. പക്ഷേ പിന്നീട് 2000-ൽ ഇവിടെ മത്സരിക്കാൻ വന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ അബ്ദുറഹിമാൻ കുഞ്ഞുമാഷായിരുന്നു. അയാൾ കൊല്ലത്തു നിന്ന് വന്ന് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി മുസ്ലിം ലീഗിൻ്റെ നേതാവായി മാറി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചപ്പോഴും ഇവിടെ വിദേശിയാണ് എന്ന് പറയാൻ പോലും ആരുടെയും നാവ് പൊങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ മത്സരിച്ചത് ടി എ മുഹമ്മദ് കുഞ്ഞി മത്സരിച്ചു, അതിനുശേഷം ജയന്തി മത്സരിച്ചു, അതിനു മുമ്പ് സമീറ മത്സരിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാർ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം സായിന സലീമിനെ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ അപവാദ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ നാടിന് എപ്പോഴും ശാപമായി, നാടിൻ്റെ അഭിവൃദ്ധിക്കെതിരായി, നാടിൻ്റെ വികസനത്തിനെതിരായി പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജൈനുദ്ദീനെതിരെ അപവാദ പ്രചരണങ്ങളുണ്ടാക്കി, അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി, നമ്മളിൽ നിന്ന് പലരുടെയും വോട്ടുകൾ തട്ടിയെടുത്ത് വിജയിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുടെ ഭാര്യയാണ് ഇപ്രാവശ്യം ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ സ്ഥാനാർത്ഥിയുടെ ഭർത്താവും പ്രചരിപ്പിച്ചത് ഇവിടെ വിദേശിയാണ്, ഇറക്കുമതി ചെയ്ത ആളാണ്, അത് ജനങ്ങൾ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥിയാണ് എന്നുള്ള വളരെ വികലമായ പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും ആ സ്ഥാനാർത്ഥിയുടെ ഭർത്താവും പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന മഹാനായ സെട്ടു സാഹിബ് പോലും ബാംഗ്ലൂരിൽ നിന്ന് മലപ്പുറത്ത് വന്ന് മത്സരിച്ച് ജയിച്ച പാരമ്പര്യമുള്ള ആൾ എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇതുപോലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗിന് പ്രാദേശികമായ ഒരു ചിന്തയുമില്ല. എക്കാലവും മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും അവരെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തി മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ ആത്മധൈര്യം തകർത്ത് കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് കാസർഗോഡ് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം പരിശോധിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1979 നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 24 സീറ്റാണ് അന്ന് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നത്. 24 വാർഡുകളിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗം പോലും മാറി മുസ്ലിം ലീഗിനെതിരായി ശക്തമായ പ്രചരണം നടത്തി മത്സരിച്ചപ്പോഴും 24-ൽ 12 സീറ്റ് നേടിക്കൊണ്ടാണ് അന്ന് കെ എസ് സുലൈമാൻ ഹാജി സാഹിബിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഭരണനേട്ടമുണ്ടാക്കിയത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അറിയിച്ചുകൊണ്ട് തീർച്ചയായും തുരുത്തിയിൽ നടക്കുന്ന ഒരു പരിപാടി, മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടി തുരുത്തിയിൽ നടക്കുമ്പോൾ അതിനൊരുപാട് പ്രത്യേകതകളുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും എന്നൊക്കെ അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ നല്ല സമയത്ത് ഏറ്റവും കൂടുതൽ സമയം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു പ്രദേശമെന്ന രീതിയിൽ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായ സാധനങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. മരിക്കുന്നത് വരെ
ആ സഹകരണം പരസ്പരം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കൂടി നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളം ഭയാനകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെതിരായി പല ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. വർഗീയമായി മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് CPM-ൻ്റെ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള ശ്രമങ്ങളുണ്ടാകുന്നത്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്ത CPM പോലുള്ള BJP പോലുള്ള ശക്തികൾ അപവാദ പ്രചരണങ്ങൾ നടത്തി മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി നോക്കുകയാണ്. മന്ത്രി ചെറിയാൻ പറഞ്ഞത് മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ച് വന്നവരുടെ പേരുകൾ നോക്കിയാൽ അവരുടെ ജാതിയും മതവും മനസ്സിലാക്കിയാൽ നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, ചെറിയാൻ പ്രതിദാനം ചെയ്യുന്ന ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരൊറ്റ മുസ്ലിം കൗൺസിലർമാരും ഇല്ല എന്നുള്ള സത്യം കൂടി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലുള്ള പ്രചരണങ്ങൾ കൊണ്ടൊന്നും തന്നെ മുസ്ലിം ലീഗിനെ തളർത്താനോ തകർക്കാനോ കഴിയുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ. മറ്റൊരു കാര്യം, നമ്മുടെ യുവാക്കൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിക്കുകയാണ്. നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി വന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ പത്രക്കാരും മീഡിയകളുമൊക്കെ മുസ്ലിം ലീഗിനെതിരായി കള്ളപ്രചരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ, ഇല്ലാത്ത പ്രസ്താവനകൾ പോലും നടത്തിക്കൊണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വികൃതമായ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതൊരിക്കലും അനുവദിക്കുകയില്ല. ആ കാര്യങ്ങൾ കർശനമായി പാർട്ടി വേദിയിൽ തന്നെ പറഞ്ഞ് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണമെന്നും സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആരായാലും ഏത് വലിയ കൊലകൊമ്പനായാലും അവർക്കെതിരെ ശക്തമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ തൃത്തിയിലെ ഈ 16-ൻ്റെ പൊലിമ, സാധാരണ നമുക്കൊക്കെ 17-ൻ്റെ പൊലിമയാണ്, ഇന്ന് 16-ൻ്റെ പൊലിമയാണ്. എങ്കിൽ പോലും 16-ാം വാർഡിൻ്റെ ഈ പൊലിമയിൽ നിങ്ങളുടെ പോലീസിൽ പങ്കാളിയായിക്കൊണ്ട് മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്കും തുടർന്ന് നടക്കുന്ന മുഴുവൻ പരിപാടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു.